ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. മദ്രസകളിൽ ചൊല്ലിക്കൊടുക്കുന്ന പ്രതിജ്ഞ ഒന്ന് കേട്ടോ. ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു, ലോകം മുഴുവൻ സമാധാനവും കാരുണ്യവും നിലനിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യർ തമ്മിലുള്ള കലഹങ്ങളും യുദ്ധങ്ങളും വലിയ നാശങ്ങൾക്കും വേദനകൾക്കും കാരണമാകുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ജാതി, മത, ഭാഷ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും സഹോദരങ്ങളായി കാണാൻ ഞാൻ ശ്രമിക്കും. സ്നേഹത്തിന്റെയും ബഹുമാനത്തിലൂടെയും മാത്രമേ ലോകത്ത് സമാധാനം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിലിപ്പോ കേരള ഗോഡ്സ് ഓൺ കൺട്രി, പിന്നെ മതേതരത്വം, ഈ സംഭവങ്ങളൊക്കെ പൊളിച്ചെടുക്കണ ഒരുപാട് കമന്റ്സ് ഇതുപോലുള്ള വീഡിയോസിന്റെ താഴെ ഒരുപാട് വരുന്നുണ്ട്. ഈ വീഡിയോയിൽ വന്നൊരു കമന്റാണ്, ഇതിൽ എത്രത്തോളം സത്യം ഉണ്ട് എന്നുള്ളത് നമുക്ക് അതിനോട് ചോദിച്ച് മനസ്സിലാക്കാം. നിങ്ങൾ പങ്കുവച്ച ചിത്രത്തിലെ കമന്റിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ മതപരമായ ഗ്രന്ഥങ്ങളെയും ചരിത്രത്തെയും വളരെ ചുരുങ്ങിയ രീതിയിൽ അല്ലെങ്കിൽ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി വ്യാഖ്യാനിച്ചവയാണ്. ഇത്തരം വിഷയങ്ങളിൽ നിലനിൽക്കുന്ന വസ്തുതകൾ താഴെ പറയുന്നവയാണ്. 1. മതം ഉപേക്ഷിച്ചവരെ കൊല്ലാൻ പറയുന്നുണ്ടോ? ഇസ്ലാമിക നിയമസംഹിതകളിൽ ശരീഅത്ത് ഇത്തരം പരാമർശങ്ങൾ പണ്ഡിതന്മാർക്കിടയിൽ വലിയ തർക്കവിഷയമാണ്. എന്നാൽ ഖുർആനിൽ മതത്തിന്റെ കാര്യത്തിൽ നിർബന്ധിത സ്വഭാവമില്ല. അനുപാതം 2:256 എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. ആധുനിക ഇസ്ലാമിക പണ്ഡിതന്മാരിൽ ഭൂരിഭാഗവും അഭിപ്രായപ്പെടുന്നത് മതം മാറുന്നത് വ്യക്തിസ്വാതന്ത്ര്യമാണെന്നും രാജ്യദ്രോഹം പോലുള്ള കുറ്റങ്ങളില്ലാത്ത പക്ഷം ഒരാളെ അതിന്റെ പേരിൽ ശിക്ഷിക്കാൻ പാടില്ലെന്നുമാണ്. 2. അവിശ്വാസികളെ കാഫിറുകളെ കാണുന്നിടത്ത് വെച്ച് കൊല്ലാൻ പറഞ്ഞിട്ടുണ്ടോ? യുദ്ധക്കളത്തിൽ ശത്രുക്കൾക്കെതിരെ പോരാടാൻ നിർദ്ദേശിക്കുന്ന ഖുർആൻ വചനങ്ങളെയാണ്. ഉദാഹരണത്തിന് അനുപാതം 2:191 പലപ്പോഴും തെറ്റായി ഉദ്ധരിക്കാറുള്ളത്. ഇവ സാധാരണ സാഹചര്യങ്ങളിലുള്ളവരെയല്ല, മറിച്ച് മുസ്ലിങ്ങളെ ആക്രമിച്ച് പുറത്താക്കാൻ ശ്രമിച്ച യുദ്ധം ചെയ്യുന്ന ശത്രുക്കളെ ഉദ്ദേശിച്ചുള്ളതാണ്. നിരപരാധികളെ കൊല്ലുന്നത് ഇസ്ലാം വലിയ പാപമായാണ് കണക്കാക്കുന്നത്. 3. ഭാര്യയെ അടിക്കാൻ പറയുന്നുണ്ടോ? ഖുർആനിലെ പുലർച്ചെ 4 മണി കഴിഞ്ഞ് 34 മിനിറ്റ് എന്ന വചനത്തിൽ പറയുന്ന അടിക്കുക, ധാരാബ എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. പല ആധുനിക പണ്ഡിതന്മാരും ഇതിനെ പ്രതീകാത്മകമായ ഒന്നായി അല്ലെങ്കിൽ ഒരു താക്കീത് എന്ന നിലയിലുമാണ് വിശദീകരിക്കുന്നത്. പ്രവാചകൻ മുഹമ്മദ് നബി തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഭാര്യമാരെ ശാരീരികമായി ഉപദ്രവിച്ചിട്ടില്ലെന്നും നിങ്ങളിൽ ഉത്തമൻ തന്റെ ഭാര്യയോട് നന്നായി പെരുമാറുന്നവനാണ് എന്ന് പഠിപ്പിച്ചതായും ചരിത്രം രേഖപ്പെടുത്തുന്നു. 4. അടിമത്തം പ്രോത്സാഹിപ്പിച്ചിരുന്നോ? മുഹമ്മദ് നബിയുടെ കാലത്ത് ലോകമെമ്പാടും അടിമത്തം നിലനിന്നിരുന്നു. എന്നാൽ അടിമകളെ മോചിപ്പിക്കുന്നത് വലിയ പുണ്യപ്രവൃത്തിയായി കാണിച്ചുകൊണ്ട് ക്രമേണ അടിമത്തം ഇല്ലാതാക്കാനാണ് ഇസ്ലാം ശ്രമിച്ചത്. പ്രവാചകന്റെ ഉറ്റ അനുയായികളിൽ ഒരാളായ ബിലാൽ ഒരു മുൻ അടിമയായിരുന്നു എന്നത് ഇതിനുദാഹരണമാണ്. 5. മകന്റെ ഭാര്യയെ വിവാഹം കഴിച്ചു എന്ന ആരോപണം. ഇത് പ്രവാചകൻ മുഹമ്മദ് നബിയും സൈനബ് ബിൻത് ജഹഷും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചുള്ള പരാമർശമാണ്. അക്കാലത്ത് നിലനിന്നിരുന്ന ദത്തുപുത്രൻ സ്വന്തം പുത്രനെപ്പോലെയാണ് എന്ന അന്ധവിശ്വാസം മാറ്റാനാണ് ആ വിവാഹം നടന്നതെന്നാണ് ചരിത്രപരമായ വിശദീകരണം. അത് അക്കാലത്തെ നിയമപരവും സാമൂഹികവുമായ മാറ്റത്തിന്റെ ഭാഗമായിരുന്നു. ചുരുക്കത്തിൽ, ഇത്തരം സോഷ്യൽ മീഡിയ കമന്റുകൾ പലപ്പോഴും മുൻവിധിയോടെയോ അല്ലെങ്കിൽ കാര്യങ്ങളെ ആഴത്തിൽ പഠിക്കാതെയും എഴുതുന്നവയാകാം. ഏത് വിഷയത്തെയും അതിന്റെ ചരിത്രപരവും സാമൂഹികവുമായ പശ്ചാത്തലത്തിൽ കോണ്ടെക്സ്റ്റ് വേണം വിലയിരുത്താൻ. നിങ്ങൾ ചോദിച്ച കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തമായി ചരിത്രരേഖകളുടെ അടിസ്ഥാനത്തിൽ താഴെ വിവരിക്കാം. ഇതിനെ നമുക്ക് 2 വശങ്ങളായി കാണാം. 1. ആ വിവാഹത്തിന്റെ പശ്ചാത്തലം. 2. അതിനുശേഷം അവർ തമ്മിലുള്ള ബന്ധം. 1. മകന്റെ ഭാര്യ എന്ന വാദത്തിലെ സത്യമെന്ത്? ഇസ്ലാമിക ചരിത്രപ്രകാരം സൈനബ് ബിൻ ജഹ്ഷ് പ്രവാചകന്റെ രക്തബന്ധത്തിലുള്ള മകന്റെ ഭാര്യയായിരുന്നില്ല. ബന്ധം സൈനബ് പ്രവാചകന്റെ അമ്മായിയുടെ മകളായിരുന്നു. പ്രവാചകൻ തന്നെയാണ് മുൻകൈയെടുത്ത് തന്റെ വളർത്തുപുത്രനായ സൈദ് ബിൻ ഹാരിസയ്ക്ക് സൈനബിനെ വിവാഹം കഴിപ്പിച്ചുകൊടുത്തത്. വേർപിരിയൽ. സൈദും സൈനബും തമ്മിലുള്ള ദാമ്പത്യം പൊരുത്തക്കേടുകൾ കാരണം അസ്വാരസ്യത്തിലായി. സൈദ് വിവാഹമോചനത്തിന് ആഗ്രഹിച്ചപ്പോൾ പ്രവാചകൻ ആദ്യം അത് തടയുകയും
ഭാര്യയെ കൂടെ നിർത്തുക എന്നുപദേശിക്കുകയും ചെയ്തു. ഖുർആൻ അനുപാതം 33:37. എന്നാൽ ഒടുവിൽ അവർ വേർപിരിഞ്ഞു. വിവാഹം അക്കാലത്ത് അറേബ്യയിൽ ദത്തുപുത്രനെ സ്വന്തം മകനായിട്ടാണ് കണ്ടിരുന്നത്. അതുകൊണ്ടുതന്നെ ദത്തുപുത്രൻ ഉപേക്ഷിച്ച സ്ത്രീയെ വിവാഹം കഴിക്കുന്നത് വലിയ പാപമായി അവർ കരുതി. ഈ അന്ധവിശ്വാസം മാറ്റാനാണ് അള്ളാഹുവിന്റെ കൽപ്പനപ്രകാരം പ്രവാചകൻ സൈനബിനെ വിവാഹം കഴിച്ചത്. ഇതിലൂടെ ദത്തെടുക്കപ്പെട്ടവർ സ്വന്തം മക്കളല്ല എന്ന നിയമം സ്ഥാപിക്കപ്പെട്ടു. 2 ഉപദ്രവിച്ചു എന്ന വാദത്തിലെ വസ്തുത. സൈനബിനെ പ്രവാചകൻ ഉപദ്രവിച്ചു എന്ന വാദം പൂർണ്ണമായും തെറ്റാണ്. ഇതിന് വിരുദ്ധമായ തെളിവുകളാണ് ചരിത്രത്തിലുള്ളത്. പരസ്പര ബഹുമാനം. പ്രവാചകന്റെ ഭാര്യമാരിൽ ഏറ്റവും വലിയ സ്വതന്ത്രചിന്താഗതിക്കാരിയും അന്തസ്സുള്ളവളുമായിരുന്നു സൈനബ്. പ്രവാചകനോടുപോലും തന്റെ നിലപാടുകൾ വ്യക്തമായി പറയാനുള്ള അവകാശം അവർക്കുണ്ടായിരുന്നു. സാമ്പത്തിക സ്വാതന്ത്ര്യം. സ്വന്തമായി ജോലി ചെയ്ത് തുകൽ നിർമ്മാണം, പണം സമ്പാദിച്ചിരുന്ന വ്യക്തിയായിരുന്നു അവർ. പ്രവാചകൻ അവരെ ഒരിക്കലും സാമ്പത്തികമായോ ശാരീരികമായോ നിയന്ത്രിച്ചിരുന്നില്ല. ആരാധനാലയം. പള്ളിയിൽ തൂണുകൾക്കിടയിൽ ചരടുകെട്ടി അതിൽ തൂങ്ങിനിന്ന് പ്രാർത്ഥിച്ചിരുന്ന അത്രയും ഭക്തയായിരുന്നു അവർ. പ്രവാചകൻ അത് കാണുമ്പോൾ സ്നേഹത്തോടെ അവരെ ഉപദേശിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മരണശേഷം. പ്രവാചകന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ ഭാര്യമാരിൽ ഏറ്റവും ആദ്യം അന്തരിച്ചതും സൈനബാണ്. അവർ മരിക്കുമ്പോൾ പ്രവാചകന്റെ വസ്ത്രം കഫൻ പുതപ്പിക്കാനായി ചോദിച്ചു വാങ്ങിയതും അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന് തെളിവാണ്. എന്തുകൊണ്ട് ഇത്തരം ആരോപണങ്ങൾ വരുന്നു? ചില പഴയ ചരിത്രപുസ്തകങ്ങളിൽ തബാരി പോലുള്ളവ പ്രവാചകൻ സൈനബിനെ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന രീതിയിലുള്ള ചില കഥകൾ കാണാം. എന്നാൽ ഇവയെല്ലാം ഇസ്രാഈലിയാത്തുകൾ, മറ്റു മതഗ്രന്ഥങ്ങളിൽ നിന്നു വന്ന കെട്ടുകഥകളാണെന്നും അവയ്ക്ക് വിശ്വാസയോഗ്യമായ ഹദീസുകളുടെ പിൻബലമില്ലെന്നും പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രവാചകൻ തന്നെയാണ് അവരെ സൈദിന് വിവാഹം കഴിപ്പിച്ചുകൊടുത്തത് എന്നതുതന്നെ ഈ ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കുന്നു. ചുരുക്കത്തിൽ 1. അവർ മകന്റെ ഭാര്യയായിരുന്നില്ല, മറിച്ച് ദത്തുപുത്രന്റെ മുൻഭാര്യയായിരുന്നു. 2. അവർ തമ്മിൽ ഉപദ്രവങ്ങളോ കലഹങ്ങളോ ഉണ്ടായിരുന്നില്ല, മറിച്ച് ആദരവിലും സ്നേഹത്തിലുമാണ് അവർ ജീവിച്ചത്. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഇത്തരം കമന്റുകൾ പലപ്പോഴും വസ്തുതകളെ വളച്ചൊടിച്ച് മതവിദ്വേഷം വളർത്താൻ ലക്ഷ്യമിട്ടുള്ളവയാകാം. ഗായ്സ്, മുറിവൈദ്യൻ ആളെ കൊല്ലുന്നൊക്കെ കേട്ടില്ലേ? അതേപോലുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ ഇത്. അപ്പം ഇങ്ങനെയാണ് വർഗീയത ഉണ്ടാവല്. ഇതുപോലുള്ള കമന്റ്സ് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് വർഗീയത ഉണ്ടാവല്. അടുത്ത കമന്റ് ഞാൻ വിശദീകരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, അത് ആ വീഡിയോയിൽ പല കമന്റുകളും വന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ അടിയിലൊക്കെ പോയിട്ട് കോപ്പി പേസ്റ്റ് ചെയ്ത് കമന്റാണ്. ഏതായാലും നമുക്ക് അടുത്ത കമന്റ് എടുത്ത് നോക്കാം. നിങ്ങൾ നൽകിയ സ്ക്രീൻഷോട്ടിൽ ഒരു ഇൻസ്റ്റാഗ്രാം കമന്റ് സെക്ഷനിലെ തർക്കമാണ് കാണുന്നത്. ഇതിലൊരാൾ ഇസ്ലാം മതം വർഗീയത പഠിപ്പിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ട് ഖുർആനിലെ ചില സൂക്തങ്ങളും വേഴ്സസ് വെള്ളിയാഴ്ചകളിലെ ഖുതുബയിൽ ചൊല്ലാറുള്ള ഒരു പ്രാർത്ഥനയും ഉദ്ധരിച്ചിരിക്കുകയാണ്. ഇതിൽ പരാമർശിച്ചിരിക്കുന്ന പ്രധാന കാര്യങ്ങളും അവയുടെ പശ്ചാത്തലവും താഴെ വിശദീകരിക്കുന്നു. 1. ഖുർആൻ സൂക്തങ്ങളെക്കുറിച്ചുള്ള പരാമർശം. ഇതിൽ നൽകിയിരിക്കുന്ന അനുപാതം 9:5. പകൽ 9 മണി കഴിഞ്ഞ് 28 മിനിറ്റ്, പകൽ 9 മണി കഴിഞ്ഞ് 29 മിനിറ്റ് തുടങ്ങിയ സൂക്തങ്ങൾ പലപ്പോഴും വിമർശകർ സന്ദർഭത്തിൽ നിന്നും അടർത്തിമാറ്റി ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഉപയോഗിക്കാറുള്ളവയാണ്. യുദ്ധകാലത്തെ നിയമങ്ങൾ. മുകളിൽ പറഞ്ഞ പല സൂക്തങ്ങളും, ഉദാഹരണത്തിന് അനുപാതം 9:5 വാൾ സൂക്തം എന്ന് അറിയപ്പെടുന്നത്, ഒരു യുദ്ധ പശ്ചാത്തലത്തിൽ അവതരിക്കപ്പെട്ടവയാണ്. അക്കാലത്ത് കരാറുകൾ ലംഘിക്കുകയും മുസ്ലിങ്ങളെ നിരന്തരം ആക്രമിക്കുകയും ചെയ്തിരുന്നവർക്കെതിരെ സ്വീകരിക്കേണ്ട നടപടികളെക്കുറിച്ചാണ് ഇവ പറയുന്നത്. ഇത് സമാധാനകാലത്ത് എല്ലാ അമുസ്ലിങ്ങൾക്കുമെതിരെ പ്രയോഗിക്കേണ്ട ഒന്നല്ല എന്നാണ് പണ്ഡിതപക്ഷം. അശുദ്ധർ. പകൽ 9 മണി കഴിഞ്ഞ് 28 മിനിറ്റ്. ഈ സൂക്തത്തിൽ പറയുന്ന അശുദ്ധി എന്നത് ശാരീരികമായ അഴുക്കല്ല, മറിച്ച് ആരാധനാപരമായ റിച്വൽ ഇംപ്യൂരിറ്റി കാര്യമാണ്. മക്കയിലെ കഅബയിലേക്ക് ബഹുദൈവ വിശ്വാസികൾ പ്രവേശിക്കുന്നത് തടയാനാണിത് പറയുന്നത്. സൗഹൃദം. അനുപാതം 4:144. പുലർച്ചെ 6 മണിയാകാൻ 9 മിനിറ്റ്. ഇത്തരം സൂക്തങ്ങളിൽ ഔലിയ എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിന് കേവലം സുഹൃത്തുക്കൾ എന്നല്ല, മറിച്ച് യുദ്ധസമയത്ത് സൈനികമായ സംരക്ഷകരോ രഹസ്യങ്ങൾ പങ്കുവയ്ക്കുന്ന സഹായികളോ ആകരുത് എന്നാണ് അർത്ഥമാക്കുന്നത്. 2. വെള്ളിയാഴ്ച പ്രാർത്ഥന. ഖുതുബയിലെ ദുആ. കമന്റിൽ നൽകിയിരിക്കുന്ന അറബിക് വരികൾ ഖുതുബയുടെ അവസാനത്തിൽ പൊതുവെ ചൊല്ലാറുള്ളതാണ്. അല്ലാഹുമ്മ അഹിസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വ അദില്ല ശിർക വൽ മുശ്രിക്കീൻ. അർത്ഥം: അല്ലാഹുവേ, ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കും നീ പ്രതാപം നൽകുകയും ഷിർക്കിനെയും ബഹുദൈവ വിശ്വാസം മുശ്രിക്കുകളെയും നീ താഴ്ത്തുകയും ചെയ്യണമേ. വ്യാഖ്യാനം. മുസ്ലിങ്ങൾ തങ്ങളുടെ വിശ്വാസത്തിന്റെ ഔന്നത്യത്തിനുവേണ്ടി നടത്തുന്ന ഒരു പ്രാർത്ഥനയാണിത്. ഇതിനെ ഒരു വിഭാഗത്തോടുള്ള വെറുപ്പായി ചിലർ കാണുന്നുണ്ടെങ്കിലും സത്യം അസത്യത്തിനുമേൽ വിജയിക്കണമെന്ന വിശ്വാസപരമായ ആഗ്രഹമാണ് ഇതിലടങ്ങിയിരിക്കുന്നത്. മനസ്സിലായില്ലേ എത്രത്തോളം
നമ്മുടെ നാട്ടിൽ ഇതേപോലുള്ള വർഗീയത ഇങ്ങനെയാണ് ഉണ്ടാവല്. ഇതേപോലുള്ള കമൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇത് വായിക്കുന്ന ആളുകളുടെ ഉള്ളിൽ ഇതേപോലുള്ള ചോദ്യങ്ങളും സംശയങ്ങളും ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പല ആളുകളും പല കാര്യങ്ങളെക്കുറിച്ചും അറിവില്ലാതെയാണ് സോഷ്യൽ മീഡിയയിൽ ഇതുപോലുള്ള കമൻസ് കാര്യങ്ങളൊക്കെ ഇടുന്നത്. ഇതുപോലുള്ളൊരു വിശദീകരണം ഇതിനെതിരെ ഞാൻ സത്യസന്ധമായിട്ട് തരുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം. തെറ്റിദ്ധാരണകൾ പ്രചരിക്കരുത്. ആ ഒരു ഉദ്ദേശം മാത്രം വെച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഏതായാലും ഇങ്ങനെയുള്ള അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.